നദിയിലൂടെ സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഒരുങ്ങുന്നു. ഓഗസ്റ്റ് 14-ന് ലൂസിയാനയിലെ ബാറ്റൺ റൂജിൽ ആരംഭിച്ച് അടുത്ത ദിവസം വൈകുന്നേരം ന്യൂ ഓർലിയാൻസ് എത്തുന്ന രീതിയിലാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം. 14 അടി ഉയരമുള്ള വലിയ അരുളിക്കയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുക. അമേരിക്കയിൽ നടക്കുന്ന ദേശീയ ത്രിവത്സര ദിവ്യകാരുണ്യ നവോത്ഥാന പരിപാടികളോട് അനുബന്ധിച്ചാണ് നദീജല ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 17 അടി ഉയരമുള്ള കുരിശു വഹിക്കാൻ ഒരു പ്രത്യേക ബോട്ടും ദിവ്യകാരുണ്യത്തിന്റെ വരവ് അറിയിക്കാൻ മണിയുമായി മറ്റൊരു ബോട്ടും അകമ്പടിയായിട്ടുണ്ടാകും. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഉൾപ്പെടെയുണ്ടായ ഉരുൾപൊട്ടലുകളിലും പ്രകൃതി ദുരന്തത്തിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത കുടുംബം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ബന്ധുക്കളെ അനുശോചനം അറിയിക്കുന്നതായും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും രൂപത അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ പറഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം അറിയിച്ചു. ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുതെന്ന സന്ദേശമുയർത്തി ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് ബഹുജന റാലി CBCIയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ ശനിയാഴ്ച തൃശൂരിൽ നടത്തും. ആഗോളതലത്തിൽ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ വർഷവും നടത്തിവരുന്ന റാലി ഭാരതത്തിൽ ആരംഭിച്ചത് 2022-ലാണ്. ആ വർഷം ഡൽഹിയിലും 2023-ൽ പൂനെയിലും റാലി നടത്തിയിരുന്നു. MTP ആക്ടിന്റെ മറവിൽ പ്രതിവർഷം 1.66 കോടി ഗർഭസ്ഥ ശിശുക്കളെ ഇല്ലാതാക്കുന്നുവെന്നാണ് കണക്ക്. കൊലപാതകം, ആത്മഹത്യ, വംശഹത്യ, വ്യക്തിഹത്യ, മദ്യം, മയക്കുമരുന്നുകൾ, യുദ്ധം, പരിസര മലിനീകരണം, പ്രകൃതി നശിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം ജീവനെ നശിപ്പിക്കുന്ന പ്രവണതകളാണ്. ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്ന പാരീസിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റിസൺ ഗോ പ്ലാറ്റ്ഫോമിന്റെ പ്രചരണ വാഹനമായ ബസ്സിൽ യാത്ര ചെയ്ത 7 പേർ അറസ്റ്റിലായി. ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള അന്ത്യത്താഴത്തെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധമറിയിച്ചാണ് നിരവധി ക്രൈസ്തവർ ബസ്സുമായി രംഗത്തു വന്നത്. ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം നിർത്തുക എന്ന മുദ്രാവാക്യവും സ്റ്റിക്കറും പതിച്ച വാഹനം തടയുകയായിരുന്നു. സിറ്റിസൺ ഗോയിലെ 6 അംഗങ്ങളോടും ബസ് ഡ്രൈവറോടും പോലീസ് അപമാനകരമായ രീതിയിലാണ് പെരുമാറിയതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധക്കെടുതികളിലൂടെ കടന്നുപോകുന്ന ഉക്രൈൻ ജനതയ്ക്ക് കൈത്താങ്ങായി പാപ്പ. സഹനത്തിലൂടെ കടന്നുപോകുന്ന ഉക്രൈൻ ജനത ഉൾപ്പെടെയുള്ളവർക്ക് സഹായം എത്തിക്കാനുള്ള പാപ്പയുടെ നിർദ്ദേശപ്രകാരം കർദിനാൾ കോൺറാഡ് ക്രയേസ്കി നയിക്കുന്ന ജീവകാരുണ്യ വിഭാഗമാണ് ഇത്തവണ ഉക്രൈനിലേക്ക് സഹായം എത്തിക്കുന്നത്. റോമിൽ ഉക്രൈൻ ജനതയ്ക്കായുള്ള വിശുദ്ധ സോഫിയായുടെ നാമധേയത്തിലുള്ള ബസിലിക്കയിൽ നിന്ന് ഓഗസ്റ്റ് 7-ന് ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ, ട്യൂണ, മത്സ്യ പാക്കറ്റുകൾ തുടങ്ങിയ വസ്തുക്കൾ നിറച്ച ട്രക്ക് പുറപ്പെട്ടു. ഓഗസ്റ്റ് 7-ന് വത്തിക്കാനിൽ അനുവദിച്ച പതിവ് പൊതുകൂടിക്കാഴ്ചയിലും ഉക്രൈൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരുന്നു.